ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ സ്പെഷ്യലായിട്ട് ഓണൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് കുറുക്ക് കാളൻ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ സദ്യയിലൊക്കെ നമ്മൾ സ്പെഷ്യലായിട്ട് കാണുന്നതാണ് ഈ കാളൻ. പിന്നെ കഴിക്കാനും ടേസ്റ്റിയാണ്. എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ, എനിക്കിഷ്ടമാണ്. പിന്നെ ഉണ്ടാക്കിയെടുക്കാനും വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ കഴിക്കാനും സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് വേണ്ടി ഒരു 3 നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കഷ്ണം ചേമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞ് വെക്കാം. അതുപോലെ തന്നെ നേന്ത്രക്കായുടെ തൊലിയും കളഞ്ഞെടുക്കാം കേട്ടോ. തൊലി കളഞ്ഞ ശേഷം നന്നായി ചെരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് അങ്ങനെ ആ രൂപത്തിലാണ് സാധാരണ കാളനൊക്കെ കട്ട് ചെയ്തെടുക്കാറ്. അപ്പോൾ ഇനി ഇതൊന്ന് ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂൺ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ കുരുമുളക് പൊടി, അതും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി വേവിച്ചെടുക്കാം. അപ്പോൾ കഷ്ണങ്ങളൊന്നും നന്നായി വെന്തുടയൊന്നും വേണ്ട, വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. ഉടഞ്ഞു പോവണ്ട, കഷ്ണങ്ങളൊക്കെ കടിക്കാനുണ്ടാവണം, നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കായ ഇതൊന്ന് കത്തിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ, വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങ കൂടി ചേർക്കാം. തേങ്ങ ഒരു അരമുറി തേങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി ഇടുന്നുണ്ട്. നല്ല ജീരകം ഡയറക്റ്റ് ഇട്ട് കൊടുത്താലും മതി. അതുപോലെ തന്നെ ഒരു 4-5 ചുവന്നുള്ളിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നന്നായി ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും കൂടണ്ട. നമുക്ക് ഇത് കുറുക്ക് കാളനായതുകൊണ്ട് തന്നെ ഒന്ന് കുറുകിയിരിക്കുന്നത് നല്ലതല്ലേ. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇടാം കേട്ടോ. അതൊന്ന് വെന്ത് വരുമ്പോൾ അപ്പോൾ ഇനി ഇതാ നമ്മുടെ അരച്ച് വെച്ചതും കൂടി എടുത്തിട്ട് അതിലേക്ക് ഒഴിക്കാം. നന്നായി ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് തൈരും കൂടി ചേർക്കണം. അപ്പോൾ നല്ല കട്ട തൈര്, നല്ല പുളിയുള്ള തൈരായി എടുക്കാൻ ശ്രമിക്കുക കേട്ടോ എപ്പോഴും. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ തൈര് ചേർക്കുമ്പോൾ ഒന്നെങ്കിൽ മിക്സിയിൽ അടിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഫോർക്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ തൈര് കട്ടകളൊന്നും ഇല്ലാണ്ട് പിരിയാണ്ടൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുക. അതാകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കറിയിൽ വരും. മറ്റേത് ഇങ്ങനെ പിരിഞ്ഞ പോലെയൊക്കെ വരും കേട്ടോ തൈര് ചേർത്ത് കഴിഞ്ഞാൽ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള കറിവേപ്പിലയും കൂടി ചേർക്കാം. കറിവേപ്പിലൊക്കെ ചേർക്കുമ്പോൾ പച്ചലിന് ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് തന്നെയാണ് വരുന്നത് തൈരിലൊക്കെ ചേർക്കുമ്പോൾ. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് ഓപ്ഷനിലാണ്, വേണ്ടവർക്ക് ചേർക്കാം. പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്, നല്ലൊരു ഫ്ലേവർ തന്നെയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇതൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നല്ല നാടൻ കറി ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഒതൻറ്റിക് ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചേർക്കുക, പിന്നെ കടുക് പൊട്ടിച്ചെടുക്കുക. അതുപോലെ തന്നെ 2 മണി ഉലുവയും കൂടി ചേർത്തിട്ട് നന്നായി പൊട്ടിച്ചെടുക്കുക. പിന്നെ ആവശ്യത്തിലുള്ള മുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഡയറക്റ്റ് ചൂടോടെ തന്നെ കറിയിലോട്ട് ഒഴിക്കാം. അപ്പോൾ കറി നല്ല വറ്റി കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കറി അടിപൊളിയായിട്ടുള്ള കാളൻ റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ തലേദിവസം വെച്ചുണ്ടാക്കിയിട്ട് പിറ്റേ ദിവസമാണ് സദ്യക്കൊക്കെ എടുക്കാറ്. അങ്ങനെ കഴിക്കുമ്പോൾ തന്നെ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ കാളൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ തൈരൊക്കെ ചേർക്കുമ്പോൾ നല്ല പുളിയുള്ള തൈര് എടുക്കാൻ ശ്രദ്ധിക്കുക. അതാകുമ്പോൾ കറിക്ക് കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആവും. പിന്നെ ഇത് ഇരുന്നിട്ട് നല്ല ടേസ്റ്റി തന്നെ ഉണ്ടാവും കേട്ടോ കറി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.